ഈ എലികൾക്കൊക്കെ എന്താ പറ്റിയത്? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവരുടെ ദേഹത്തൊക്കെ എന്തൊക്കെയോ പച്ചയുണ്ടല്ലോ, നമുക്കിവിടെ നിൽക്കണ്ട, തിരിച്ചു പോകാന്ന് പറയും കുഞ്ഞു ഹീറോ. എന്നാൽ ഈ പെണ്ണ് ആ പച്ച എന്താണെന്ന് അറിയാൻ വേണ്ടി മെല്ലെ അതിന്റെ അടുത്തേക്ക് പോവാ. ഈ മുറിയിൽ നിന്നാണ് ആ പച്ച ഇറങ്ങി വന്നിരിക്കുന്ന ആ ഫംഗസ്. അത് അവള് തൊടാൻ പോകും. എന്നാൽ അവളെ ഭാഗ്യത്തിന് ഇപ്പൊ ആ പെണ്ണ് അത് തൊടുന്നില്ല. ഈ ഡോറിന് ഭയങ്കര ചൂടുണ്ട്, നമുക്ക് തിരിച്ചു പോകാം. ഇവിടെ എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ പിന്നെ നമ്മളാവും ഉത്തരവാദികൾ, നമുക്ക് എന്തായാലും തിരിച്ചു പോകാം. എന്നിട്ട് ആ DTRയെ വിളിച്ച് വിവരം അറിയിക്കാമെന്നും പറഞ്ഞ് ഇവർ തിരിഞ്ഞു വരിക. ആ നേരത്ത് ഈ പഴയ കെട്ടിയോനില്ലേ ഫംഗസ് ബാധിച്ചേ, അയാൾ പെട്ടെന്ന് പച്ച കളർ ഛർദ്ദിക്കാൻ തുടങ്ങിയിട്ട് മോന്തയൊക്കെ മാറി ഒരുമാതിരി സോംബി കോലത്തിലായിട്ടുണ്ട്. ഇയാൾ തലച്ചോറിലപ്പോൾ സ്പ്രെഡ് ആവ് അടുത്തുള്ള ആരിലേക്കെങ്കിലും സ്പ്രെഡ് ആക്കുന്നുള്ള ചിന്തയായിരിക്കും വന്നുകൊണ്ടിരിക്കുക. ഉടനെ അയാൾ ആ സ്റ്റോറേജ് കടയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ അയാളെ കൂടെ ഈ മാനും കൂടുന്നുണ്ട്, ഞാനും വരുന്നുണ്ട്, ഞാനും 4 പേരിലേക്ക് പകർത്താന്നും പറഞ്ഞിട്ട്. ആ സമയത്ത് ഹീറോ ഫ്ലൈറ്റ് എടുത്ത് ഈ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഈ നേരത്തെ കൺട്രോൾ സെന്ററിലെ ഒരു ക്യാപ്റ്റൻ വിളിക്കുന്നുണ്ട്. പുള്ളിക്ക് ഹീറോ വിളിച്ച് സഹായം ചോദിച്ച വിവരം കിട്ടി. അയാളിപ്പോൾ സഹായിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് വേറെ ഒരുപാട് ജോലി ഉണ്ടെന്നാണ് പറയുക. പുള്ളിക്കാരൻ ഈ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല. ഈ ക്യാപ്റ്റനാണ് ആ പട്ടാളക്കാരുടെ സ്ഥലം കുറഞ്ഞ വിലയ്ക്ക് നാട്ടുകാർക്ക് വിറ്റുകൊടുത്തത്. അവിടെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഫംഗസ് ഉണ്ടെന്ന് ഹീറോ പറഞ്ഞത് അയാൾ കേട്ടില്ല. അതൊക്കെ 10-18 വർഷങ്ങൾക്ക് മുമ്പല്ലേ. ആ സംഭവമൊക്കെ സീൽ ചെയ്തു. ഇനി അതിൽ നിന്ന് ഒരു തൊല്ല ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇയാളത് വിറ്റ് കളഞ്ഞു. അതിനിപ്പോൾ ഹീറോ ഇയാളെ ചീത്ത പറയുന്നുണ്ട്, വീണ്ടും അത് പടരുമെന്നും പറയുന്നുണ്ട്. അയാളത് കേൾക്കില്ല. സോ തെറിയും വിളിച്ച് ഹീറോ കോള് കട്ട് ചെയ്യും. എന്നാൽ സപ്പോർട്ടിലുണ്ടായിരുന്ന ആർമി പെണ്ണില്ലേ, അവർക്ക് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ട് അവർ അതോറിറ്റി സപ്പോർട്ട് ഇല്ലാതെ തന്നെ ഹീറോയെ സഹായിക്കാൻ തയ്യാറാവും. അപ്പോൾ ഹീറോ എന്റെ കൂടെ ജോലി ചെയ്ത പഴയ ഏജന്റ് ട്രിനി റൊമാനയെ വിളിച്ച് വിവരം അറിയിക്കണം, എന്നിട്ട് ഐറ്റം 7 ഉറപ്പായിട്ട് എടുക്കാനും പറയണമെന്ന് പറയാം. ഐറ്റം 7 ഒരു ബോംബാണ്. ഈ നേരത്ത് നമ്മുടെ കുഞ്ഞു ഹീറോയും ആ പുതുപ്പെണ്ണും അവർ DTR എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കണ്ടുപിടിക്കും. ഡിഫൻസ് ത്രെറ്റ് റിഡക്ഷൻ ഏജൻസിയാണ്. സോ അവരെ വിളിച്ച് വിവരം അറിയിക്കാം. ഇവർ തപ്പി നോക്കുമ്പോൾ നമ്പർ ഒന്നും കാണുന്നില്ല. ആ നേരത്താണ് ഈ മാൻ ഷോപ്പിനകത്തേക്ക് കയറി വരുന്നത്. അവർ മാൻ ഇങ്ങനെ കൂളായി കയറി വന്ന് ലിഫ്റ്റിൽ കയറി ബട്ടൺ അമർത്തി മുകളിലേക്ക് പോകുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഇനിയാണ് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുക. സംഭവം പഴയ സയന്റിസ്റ്റുകൾ ഈ ഫംഗസിനെ കൊണ്ടുവന്ന് സ്റ്റോറേജ് യൂണിറ്റിൽ വെച്ചല്ലേ, അത് മെല്ലെ അവിടെ ഇരുന്ന് അതിന്റെ ശക്തി ഉപയോഗിച്ച് പരമാവധി വളരാൻ ശ്രമിച്ചു. എന്നിട്ടിങ്ങനെ വർഷങ്ങളെടുത്ത് വളർന്ന് ആ ഫ്രിഡ്ജും പൊട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ടത് മെല്ലെ അനങ്ങി അടച്ചു വെച്ചിരിക്കുന്ന മെറ്റൽ ഡോറിനടുത്തേക്ക് എത്തി. ഈ ഡോറ് പൊളിക്കാനാണ് ഇത്രയും വർഷം എടുത്തത്. അതങ്ങനെ മെല്ലെ ഡോർ ഉരുക്കി പൊളിച്ച് പുറത്തേക്ക് വന്ന് ഈ ഫംഗസിനെ ഒരു പാറ്റ എടുത്ത് കഴിച്ചു നോക്കും. ഈ പാറ്റയ്ക്ക് പേ പിടിച്ചു. ഈ പാറ്റ ആ ഫംഗസിനെയും കൊണ്ട് ഈ സ്റ്റോറേജ് സെന്ററിൽ നിന്ന് വെളിയിലേക്ക് വരികയാണ്. ജസ്റ്റ് ഒരു 5 മിനിറ്റ് മുന്നെയാണ് ഈ സാധനം വെളിയിലേക്ക് വന്നത്. വന്ന ഉടനെ നമ്മുടെ പുതിയ പെണ്ണിന്റെ പഴയ കെട്ടിയോ അയാളെ കാറിന്റെ ടയർ കയറി കൊല്ലപ്പെട്ടു. പാവം. അപ്പൊ ഈ കൊല്ലപ്പെട്ട ശരീരത്തുണ്ടായിരുന്ന ഫംഗസ് മെല്ലെ കാറിൽ കയറി കാറിലുണ്ടായിരുന്ന ചത്ത പൂച്ചയെ ബാധിക്കുകയാണ് ചെയ്തത്. സോ ചത്ത പൂച്ച പിന്നെ സോംബിയായിട്ട് മാറി. പിന്നെ നടന്നത് നിങ്ങൾ കണ്ടതല്ലേ. ഇപ്പോ നമ്മുടെ സ്റ്റാഫ് പിള്ളേര് അവരാ മാനിനെ കണ്ട് അതിശയിച്ച് നിൽക്കുമ്പോൾ പൊടും തന്നെ അടുത്ത മാനും വരുന്നു. ഇതിന്റെ കോലം വീണ്ടും ഭയാനകമാണ്. അത് ഇവരെ കാണുമ്പോൾ ഇവരെ ശരീരത്തേക്ക് പടർത്താൻ വേണ്ടി ചാടി ഓടി വരിക. ജസ്റ്റ് ഇവരെ മുന്നിലെത്തുമ്പോഴേക്കും പൊട്ടിത്തെറി. ഭാഗ്യത്തിന് ആ ഫംഗസ് ഇവരെ മേത്ത് പെട്ടില്ല. അതിനെയും കണ്ടവരെ അതിശയിച്ച് പേടിച്ച് നിൽക്കുമ്പോഴാണ് വിളറി വെളുത്തതുപോലെ അവളെ പഴയ കെട്ടിയോൻ വരുന്നു, നയോമി എന്നും വിളിച്ചിട്ട്. അയാളെ കോലം കാണുമ്പോൾ തന്നെ എന്തോ കുഴപ്പമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അയാൾ വന്നിട്ട് പറയാണ്, നീ ഒന്ന് വാ തുറക്കോ, നിന്റെ വായിലേക്ക് ഒരു സംഭവം എനിക്ക് നിക്ഷേപിക്കാനുണ്ട്. ഇവനും ആ ഫംഗസിനെയാണ് ചീറ്റാൻ പോണെന്ന് മനസ്സിലാക്കിയിട്ട് 2 പേരെ അവിടെ നിന്ന് തെറിച്ച് ഓടാൻ തുടങ്ങും. ഇയാൾ കയ്യിലുള്ള തോക്ക് കൊണ്ട് വെടിവെക്കുകയാണ് ആ പഴയ കെട്ടിയോ. ഈ വെടി ശബ്ദം കേട്ട് നമ്മുടെ ഉറങ്ങിക്കിടന്ന അമ്മച്ചിയില്ലേ, അവരെഴുന്നേക്കുന്നു. ഞെട്ടി എഴുന്നേക്കുക. ഇവരെ കാര്യമേ ഞാൻ മറന്നുപോയി. പാവം. നമ്മുടെ സ്റ്റാഫ് പിള്ളേർ ഓടി വന്നൊരു സ്റ്റോറേജ് മുറി തുറന്നിട്ട് അതിനകത്ത് കയറി കിടക്കും. പക്ഷെ ഷട്ടർ മുഴുവനായിട്ട് അടയ്ക്കാൻ പറ്റിയില്ല. ആദ്യം സോംബി കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. എന്നാൽ പോയ സോംബി തിരിച്ചു വന്ന് ഷട്ടർ തുറക്കാൻ നോക്കുക. പെട്ടെന്ന് കുഞ്ഞു ഹീറോ വലിച്ചത് അടയ്ക്കുന്നു. എന്നിട്ട് ഇവർ DTR നമ്പർ എടുത്ത് വിളിക്കാൻ നോക്കും. അങ്ങനെ ഒരു നമ്പരേ ഇല്ല. അതുകൊണ്ട് ആർമിക്ക് വിളിക്കുക. എന്തായാലും ഈ DTR ആർമിയായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. ആ സമയത്ത് ഹീറോ വന്ന് ഈ രാജ്യത്ത് ലാൻഡ് ചെയ്ത് കഴിഞ്ഞു. സഹായിക്കാൻ വേണ്ടി അങ്ങനെ പഴയ കൂട്ടുകാരി തന്നെ വന്നിട്ടുണ്ട്. നമ്പർ 7 കിട്ടിയെന്ന് ചോദിക്കുമ്പം ഇല്ല, അതൊരു സ്ഥലത്ത് ഞാൻ ഒളിച്ചു വെച്ചിരിക്കുക, പോണ വഴിക്ക് എടുക്കാമെന്നും പറഞ്ഞിട്ട് ഇവർ പോവാണ്. പോണ വഴിക്കാണ് നമ്മുടെ ആർമിക്കാരിയില്ലേ, സപ്പോർട്ട് ചെയ്യുന്ന ആർമിക്കാരി. അവര് ഹീറോനെ വിളിച്ചു പറയാം, ഒരു 24 വയസ്സുള്ള പെൺകുട്ടി വിളിച്ചിരുന്നു, ഈ സെന്ററിൽ അവർ കുടുങ്ങിയിട്ടുണ്ടത്രേ, സിവിലിയനാണ്, നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് തരാമെന്നും പറഞ്ഞിട്ട് ഈ പിള്ളേരെ കോള് ഹീറോയ്ക്ക് കണക്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ ഹീറോ അവരോട് സംസാരിക്കുകയാണ്. ആ മുറിയിൽ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഫംഗസിനെ ഞങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അത് ആരുടെയെങ്കിലും ശരീരത്തിൽ പെട്ടാൽ അവർ സോംബി പോലെ ആയി മാറും. അത് ഈ നാട് മുഴുവൻ പരക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ എന്തെങ്കിലും കണ്ടിരുന്നോ എന്ന് ചോദിക്കുമ്പം അവർ പറയും, ഒരു മാൻ വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ മുന്നിൽ വെച്ച് പൊട്ടിത്തെറിച്ചു. പക്ഷെ ഞങ്ങളുടെ ദേഹത്തൊന്നും പെട്ടിട്ടില്ല. പിന്നെ എൻ്റെ പഴയ കെട്ടിയവനും ഉണ്ടായിരുന്നു, അയാൾക്ക് ഇതുപോലെ എന്തൊരു കുഴപ്പമുണ്ട്. അത് കേട്ടിട്ട് ഹീറോ പറയാണ്, ഈ ഫംഗസുമായിട്ട് നേരിട്ട് നിങ്ങൾ കോണ്ടാക്ട് വരരുത്. അത് ബാധിച്ച ആൾക്കാരുണ്ടെങ്കിൽ അവരിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഒഴിഞ്ഞു മാറി നിൽക്കുക. എവിടെയെങ്കിലും സേഫ് ആയിട്ട് നിന്നാൽ മതി. ഒരു അരമണിക്കൂറിനുള്ളിൽ ഞങ്ങൾ അവിടേക്ക് എത്താമെന്നും പറഞ്ഞ് ഇവർ ചീറിപ്പാഞ്ഞു വരിക.
കോള് കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കൂടെയുള്ള കൂട്ടുകാരി, ഹീറോയുടെ കൂട്ടുകാരി പറയും അവർ മരിക്കാൻ സാധ്യതയുണ്ടെന്ന്. കാരണം ഈ സാധനം അത്രയ്ക്കും ഡേഞ്ചറസ് ആണ്, ഇവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളത് ഹീറോയ്ക്കും കൂട്ടുകാരിക്കും മനസ്സിലായി. ഈ സമയത്ത് കുഞ്ഞു ഹീറോയും ആ പുതിയ പെണ്ണും സോംബികളൊന്നും ഇല്ലെന്നാണ് ഞാൻ കരുതിയിരുന്നത്, ഇപ്പോൾ അത് ശരിക്കും എന്നെ കൊണ്ട് കാണാൻ പറ്റി. നമുക്കിവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? അയാൾ പറഞ്ഞതുപോലെ ഇങ്ങോട്ട് വരുവോ, അതോ അയാളെ വിശ്വസിച്ച് ശ്വാസം കിട്ടാതെ നമ്മളിവിടെ കിടന്ന് ചാവുമോ? എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാത്തിരിക്കണോ വെളിയിൽ ഇറങ്ങണോ എന്നും പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിച്ച് തർക്കം നടക്കുക. ആ സമയത്ത് ഇതിൻ്റെ ഓണറല്ലേ കുറുന്താടിക്കാരൻ, അയാളെ കുറച്ച് കൂട്ടുകാരെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. സംഭവം ഇല്ലീഗലായി ഇയാൾ ഒളിപ്പിച്ചു വെച്ചിരുന്ന കുറച്ച് LED TVകൾ ഇപ്പോൾ ഇവർക്ക് കച്ചവടം ചെയ്യാൻ പോവാ. അതെടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അകത്ത് കയറി നോക്കാമെന്നും പറഞ്ഞ് അകത്ത് കയറി നോക്കുമ്പം ഈ പൊട്ടിത്തെറിച്ച മാനിനെ കാണും. ഇവൻ്റെ കട ഇത്ര വൃത്തികേടാക്കിയിട്ടിരിക്കുന്നതുകൊണ്ട് അയാൾക്ക് ദേഷ്യം വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ വാളും പൊളിച്ചിരിക്കുക. എൻ്റെ കട എന്തിനാടാ നശിപ്പിച്ച്? നിന്നോട് ആരാടാ പറഞ്ഞിങ്ങനെ വൃത്തികേടാക്കാൻ? എവിടെ ഒളിച്ചിരുന്നാലും മുന്നോട്ട് പോയോ? എൻ്റെ കൈ കിട്ടിയ നിന്നെ കൊന്നുകളയടാന്നും പറഞ്ഞ് അയാൾ ഭീഷണിപ്പെടുത്തുക. ആ സമയത്ത് ആ കുറുന്താടിക്കാരൻ്റെ കൂട്ടുകാരൻ പറയും, നീ നിന്റെ സ്റ്റാഫുമായിട്ടുള്ള വഴക്കൊക്കെ പിന്നീട് വെച്ചോ, ഞാൻ എനിക്ക് വേണ്ട TVക്കാണ് വന്നത്, അതാദ്യം എടുത്താന്നും പറഞ്ഞിട്ട് ഇവരെ വിളിച്ചുകൊണ്ട് പോവാണ് താഴെ സ്റ്റോറേജിലേക്ക്. ഈ സമയം നമ്മുടെ മെയിൻ ഹീറോയും കൂട്ടുകാരിയും ഈ കൂട്ടുകാരിയുടെ മകൻ്റെ വീട്ടിലേക്ക് വരും. അവിടെയാണ് ഈ ബോംബ് ഒളിച്ചു വെച്ചിരിക്കുന്നത്, സ്വന്തം മകൻ്റെ വീട്ടിൽ. എന്തായാലും അത് എടുത്തിറങ്ങാൻ നേരം മകനെ ഏതോ കള്ളം കയറിയെന്ന് വിചാരിച്ചിട്ട് ഒരു ഷോട്ട് ഗണ്ണുമായിട്ട് വരുന്നുണ്ട്. അമ്മയെ കണ്ട അയാൾ ഷോക്കാവും, സ്വന്തം വീട്ടിൽ കക്കം കയറുന്നു തള്ളേ. അപ്പം അമ്മ പറയാണ്, ഞാൻ പണ്ട് ഇവിടെ വെച്ചിരുന്നൊരു സാധനം എടുക്കാൻ വേണ്ടി വന്ന, നിന്നെ ശല്യം ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. മോൻ എന്തായാലും കടന്നോ, ഇതെൻ്റെ കൂട്ടുകാരൻ ആന്റണി, ഞങ്ങൾ ഇപ്പം തന്നെ ഇവിടുന്ന് പൊക്കോളാം, മക്കളെയൊന്നും അറിയിക്കണ്ടെന്നും പറഞ്ഞിട്ട് ഇവർ ആ ബോംബ് എടുത്തു വന്ന് കാറി കയറുകയാണ്. അപ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട്, സ്വന്തം മകനും പേരക്കുട്ടികളുള്ള വീട്ടിൽ ഈ ബോംബ് കൊണ്ടുപോയി വെക്കാൻ പാടുണ്ടോ? അതത്ര സേഫ് ആണോ? അത് കേട്ട് അമ്മച്ചി പറയും, അവരെന്തായാലും ചാവില്ലെന്ന് എനിക്കറിയാം, പിന്നെ ആ പിള്ളേർക്ക് ഇത് ആക്ടിവേറ്റ് ചെയ്യാനൊന്നും അറിയില്ലല്ലോ, പിന്നെന്തിനാ നമ്മൾ വറീഡാവുന്നു? വേറെ സേഫ് ആയിട്ടുള്ള സ്ഥലമൊന്നും എനിക്ക് മനസ്സിൽ തോന്നിയില്ലായിരുന്നു. എന്തായാലും ഇതുവരെ ഒന്നും സംഭവിച്ചില്ലല്ലോ, അതുകൊണ്ട് നീ ഈ സാധനമായിട്ട് ആദ്യം പോയിക്കോ, ഞാൻ കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ തീർത്തിട്ട് വരാം. നീ ചാവാൻ പോവുകയാണെങ്കിൽ പുറകെ വന്ന് രക്ഷപ്പെടുത്തിക്കോളാം, പേടിക്കേണ്ട പൊക്കോ എന്ന് പറഞ്ഞ് പറഞ്ഞുവിടാം. ഈ നേരത്ത് കുഞ്ഞു പയ്യനും പുതുപ്പെണ്ണും ആ ഓണർ ഇവനെ ഭീഷണിപ്പെടുത്തുന്നുകൊണ്ടല്ല, അയാളും കൂട്ടുകാരും ഈ ഫംഗസിന്റെ പിടിപ്പെടുമോ എന്നുള്ള ഭയത്തിൽ അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നമുക്ക് പുറത്തിറങ്ങി പോകണം, അവരെ മരിക്കാൻ വിടാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് ഇവൻ ഷട്ടറും തുറന്ന് ആ പെണ്ണിനെയും വിളിച്ച് പുറത്തേക്ക് ഇറങ്ങുക. ആ നേരത്ത് ഈ കൂട്ടുകാർ ടീം TV എടുത്തുകൊണ്ടിരിക്കാവും താഴത്തെ സ്റ്റോറേജിൽ. അങ്ങോട്ട് മുഴുവൻ ഈ ഫംഗസ് ബാധിച്ച ആ പഴയ കെട്ടിയവൻ വരുന്നുണ്ട്. ഇയാൾക്ക് എന്താ പറ്റിയെന്ന് ഇവർക്ക് മനസ്സിലാവില്ല. നമ്മുടെ പിള്ളേര് കുഞ്ഞു ഹീറോയും ആ പെണ്ണ് ദൂരെ നിന്ന് കാണുമ്പോൾ അവരോട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ പറയുക. എന്നാൽ അപ്പോഴേക്കും ഈ ഫംഗസ് ബാധിച്ച ചങ്ങായി അയാളെ വായിന്ന് പച്ച കളറിൽ അയാളുടെ ദേഹത്തുണ്ടായിരുന്ന ഫംഗസ് എല്ലാം ഈ റോഡിയോ ഗ്യാങ്ങിന്റെ മോന്തയിലേക്ക് തുപ്പിക്കളയും. എന്നിട്ട് അവിടുത്തെ ഷട്ടർ വലിച്ചടയ്ക്കുക, പോരാത്തതിന് ലോക്കും വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുഞ്ഞു ഹീറോയുടെയും പെണ്ണിൻ്റെയും നേരേക്ക് തിരിയും. അപ്പൊ കുഞ്ഞു ഹീറോ, ചേട്ടാ ഞാൻ നിങ്ങളുമായിട്ട് വഴക്കിന് വന്നിട്ടില്ല, നമുക്ക് രമ്യതയോടെ പിരിയാന്നും പറഞ്ഞ് ഒരൊറ്റ ഓട്ടം വെച്ച് കൊടുക്കുകയാണ്. അപ്പൊ ഈ സാധനം പുറകെ അവരെ പിടിക്കാൻ ചെല്ലുന്നുണ്ട്. പെട്ടെന്നായിരിക്കും വെടിപൊട്ടുക. നമ്മുടെ അമ്മച്ചിയില്ലേ, അവർ തോക്കുമായിട്ട് വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അവർ ഇയാൾ ആക്രമിക്കാൻ വരുന്ന കണ്ടിട്ട് വെടിവെച്ച് പിള്ളേരെ രക്ഷിച്ചായിരുന്നു. ഈ വെടി കൊണ്ട് കഴിയുമ്പം അയാൾ പൊട്ടിത്തെറിക്കുകയാണ്. ഈ പൊട്ടിത്തെറിക്കുന്ന വെടിവെക്കുന്ന ശബ്ദം നമ്മുടെ ഓണർ കുറുന്താടിക്കാരനും അവൻ്റെ ഒരു വയസ്സായ കൂട്ടുകാരനും കേൾക്കുന്നുണ്ട്. അവരിവിടെ എന്തോ ഒരു ഡേഞ്ചർ ഉണ്ടെന്നും പറഞ്ഞ് തോക്കെടുത്തിട്ട് വരികയാണ്. ഈ സമയത്ത് കുഞ്ഞു ഹീറോ അമ്മച്ചിയെ വിളിച്ചുകൊണ്ട് പോയി, ഈ വഴി മുകളിലേക്ക് പോയാൽ മതി, നിങ്ങൾക്ക് പുറത്തേക്ക് രക്ഷപ്പെടാം, അകത്ത് കുറച്ച് കുഴപ്പമുണ്ട്, നിങ്ങൾ പൊക്കോന്നും പറഞ്ഞ് അവരെ പറഞ്ഞു വിടുക. ആ സമയം നമ്മുടെ സപ്പോർട്ട് ആർമിക്കാരിയില്ലേ, അവര് ഹീറോയെ വിളിച്ചിട്ട് ആ പിള്ളേര് മുറിന്ന് ഇറങ്ങിപ്പോയി, അവരെ സെൻറ്ററിലേക്ക് ഏതൊക്കെയോ പുതിയ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അത്രേ, അവരെയും കൂടെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് അവരെ ഇറങ്ങിപ്പോയതാ, ഞാൻ പറഞ്ഞത് കേട്ടില്ല എന്ന് പറയും. ഹീറോ ഈ സംഭവം നടന്നിട്ട് എത്ര സമയം ചോദിക്കുമ്പോൾ 4 മിനിറ്റായി. ആ ഫംഗസ് അവിടെയുള്ള ആൾക്കാരിലേക്കെല്ലാം പകരാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം വെള്ളമായിട്ട് ഈ ഫംഗസിന് കോണ്ടാക്ട് വന്നാൽ അത് കൂടുതൽ വേഗത്തിൽ പകരും. പിന്നെ ആരുടെ ശരീരത്തിലാണ് ഉള്ളത് ഇല്ലാത്തതെന്ന് കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് എനിക്കൊരു ഏരിയൽ വ്യൂവും കൂടെ വേണമെന്ന് ഹീറോ ചോദിക്കുകയാണ്. മോളിൽ നിന്നുള്ള സാറ്റലൈറ്റ് വ്യൂ, ഹീറ്റ് സെൻസ് ചെയ്യാൻ പറ്റുന്ന വ്യൂ, അത് കൊടുക്കാമെന്ന് ആർമിക്കാരി പറയും. ഇവിടെ അമ്മച്ചിയെ പറഞ്ഞു വിട്ടിട്ട് കുഞ്ഞു ഹീറോ ഓണറിന്റെ അടുത്തേക്ക് വരിക. ഞാൻ പറയുന്നത് കേൾക്കൂ, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്തേക്ക് പോവാം, ഇവിടെ ഡേഞ്ചർ ആണെന്ന് പറയാം. ആ കിടക്കുന്ന പച്ച ഫംഗസിൽ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളും വീർത്തു മരിക്കും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങിപ്പോകുമെന്ന് പറയാം. പക്ഷെ അയാൾ കേൾക്കുന്നില്ല. അയാൾ ഇവൻ പറ്റിക്കുകയാണ്, ഇവിടുന്ന് എന്തോ കവരാൻ ശ്രമിക്കുകയാണെന്നാണ് അയാൾ വിചാരിക്കുക. ഒപ്പം ആ ഷട്ടറി അടച്ചു വെച്ചിട്ടുള്ള കൂട്ടുകാരല്ലേ 2-3 പേര്, അവർ ഷട്ടറി തട്ടുന്നുണ്ട്. ഇവരെന്തിനാ പൂട്ടി വെച്ചിരിക്കണമെന്ന് ചോദിക്കുമ്പം കുഞ്ഞു ഹീറോ പറയും, അവർക്കൊക്കെ ഫംഗസ് ബാധിച്ചിട്ടുണ്ട്, ഷട്ടർ തുറന്നാൽ അത് നിന്നെയും ബാധിക്കുമെന്ന്. എന്നാൽ മൊട്ട കുറുന്താടിക്കാരൻ അത് വിശ്വസിക്കുന്നില്ല. അയാൾ തോക്ക് കാണിച്ച് കുഞ്ഞു ഹീറോയോട് ഈ ഷട്ടർ തുറക്കാൻ പറയാണ്. ഹീറോ ചെക്കൻ മെല്ലെ ചെന്ന് തുറക്കുന്ന പോലെ അഭിനയിച്ച് ആ ലോക്കങ്ങ് മുറുക്കെ അടയ്ക്കും. ആ നേരം പുതുപ്പെണ്ണ് ഇവരെ മോന്തയ്ക്ക് ഫയർ സിലിണ്ടർ വെച്ച് ഗ്യാസ് അടിച്ചിട്ട് ഇവരവിടുന്ന് ഓടി രക്ഷപ്പെടുക. ഇവരങ്ങനെ ഓടി ഓടി വെളിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോഴായിരിക്കും എതിർഭാഗത്ത് നിന്ന് ടോർച്ച് ലൈറ്റും അടിച്ച് തോക്കുമായിട്ട് ഒരാൾ വരുന്നു. അത് മറ്റാരുമല്ല, ഹീറോ തന്നെയാണ്. ഹീറോ സ്പോട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. അകത്ത് ആരൊക്കെയുണ്ട്, അവരുടെ കയ്യിൽ തോക്കുണ്ടോ, ഇവിടുത്തെ അവസ്ഥകൾ എന്താണെന്നൊക്കെ ഹീറോ അവരോട് ചോദിച്ച് മനസ്സിലാക്കുകയാണ്.
ഒപ്പം ഇവരുടെ ശരീരത്ത് അത് ബാധിച്ചിട്ടുണ്ടോ എന്നും കൂടെ ഏരിയൽ വ്യൂ വെച്ച് നിരീക്ഷിക്കും. അവർക്ക് കുഴപ്പമൊന്നുമില്ല. ആ നേരത്ത് താഴെ കുറുന്താടിക്കാരൻ കൂട്ടുകാരെ തുറന്നുവിടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവർ തന്നെ ഉള്ളിൽ നിന്ന് ഈ ലോക്കിന്റെ കീ തള്ളി പുറത്തേക്ക് ഇട്ട് കൊടുക്കുക. സോ ഇയാൾ ആ ലോക്ക് തുറക്കും. ആ നേരത്ത് ഹീറോ ഇവിടെ നിങ്ങൾക്കിന്ന് പ്രധാനപ്പെട്ട ഈ രാജ്യത്തെ കാക്കാനുള്ളൊരു മിഷൻ ഞാൻ തരികയാണ്. എൻ്റെ കൂടെ മറ്റാരുമില്ല. ഇപ്പം ഈ ലോകത്തെ രക്ഷപ്പെടുത്താൻ നമ്മൾ 3 പേർക്കേ കഴിയുള്ളൂ. അതിനുള്ള മെഡലൊക്കെ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്, പേടിക്കണ്ട. നിങ്ങൾ ഈ വസ്ത്രം ധരിച്ച് ഞാൻ തരുന്ന പെട്ടി കൊണ്ടുപോയി നിങ്ങൾ കണ്ട ലോക്കർ മുറിയില്ലേ അവിടെ കൊണ്ടുപോയി വെക്കണം. അതാണ് നിങ്ങളുടെ മിഷൻ. 16 മിനിറ്റിനുള്ളിൽ അത് ചെയ്തു തീർക്കണം. എന്നാൽ ഈ പെട്ടി കാണുമ്പോൾ തന്നെ ആ ചെറുക്കന് മനസ്സിലായത് സൂട്ട് കേസ് ബോംബാണെന്ന്. ഹീറോ പറയും ഇതങ്ങനെ പേടിക്കാനുള്ള ബോംബൊന്നുമല്ല, നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ കൊണ്ടുപോയി ഈ നിലം ഒന്ന് അണ്ടറിൽ നിന്ന് വൃത്തിയാക്കാൻ വേണ്ടി വെക്കുന്ന ഒരു ഉപകരണമാണെന്ന് വിചാരിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് മാറിപ്പോവും. അത്രയേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ അവർ ചോദിക്കുകയാണ് എന്നാൽ പിന്നെ അത് തനിക്ക് തന്നെ ചെയ്തോടെയെന്ന്. അതിന് ഹീറോ പറയും ഞാനിത് ചെയ്യാൻ പോയാൽ ഈ ഫംഗസ് ബാധിച്ച ആൾക്കാർ പുറത്തേക്ക് വരുമ്പോൾ അവരാരാണ് കൊല്ലുക? ഈ ഫംഗസ് പടരാതിരിക്കാൻ വേണ്ടി വെളിയിൽ നിന്ന് ആരാണ് കാവൽ നിൽക്കുക? അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഞാനിത് കൊണ്ടുപോയി വെച്ചോളാം എന്ന് പറയും. അപ്പോൾ കുഞ്ഞു പയ്യനും പെണ്ണും ഇല്ല ഞങ്ങൾ തന്നെ ഇത് കൊണ്ടുപോയി വെച്ചോളാം, നിങ്ങളിവിടെ കാവൽ നിന്നൊന്നും പറഞ്ഞിട്ട് അതും ചുമന്ന് ഈ ഷോപ്പിനകത്തേക്ക് കിടക്കുകയാണ്. ഈ നേരത്ത് കുറുന്താടിക്കാരൻ ആ ഷട്ടർ തുറന്നില്ലേ, അതിനകത്ത് അവൻ്റെ 3 കൂട്ടുകാരുണ്ടായിരുന്നു. ഇപ്പം 2 പേര് പുറത്തേക്ക് വരും. എന്തൊക്കെയോ ബാധിച്ച് കണ്ണും ചെവിയും കുരുടായതുപോലെ നല്ല നാറ്റമുണ്ട്. ഇവരെ കണ്ട് പേടിച്ച് കൂടെയുള്ളൊരു തന്ത കൂട്ടുകാരൻ അയാൾ നേരെ ചെന്ന് ഈ പച്ചയിലേക്ക് എന്നെ വീഴുന്നുണ്ട്. അത് കഴിഞ്ഞ് പച്ച വീണ വിഷമത്തി അവിടെ നിന്ന് എഴുന്നേറ്റ് ഈ കെട്ടിടത്തിന്റെ വെളിയിലേക്ക് ഓടി വരും. ആ സമയം കുറുന്താടി അവന്റെ മുന്നിലെ 2 കൂട്ടുകാരുടെ കോലം കണ്ട് പേടിച്ചിട്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരണ്ട, കെട്ടിടത്തിന്റെ വെളിയിലേക്ക് നടക്കുന്നും പറഞ്ഞ് തോക്ക് ചൂണ്ടി അവരെ നടത്താണ്. അപ്പൊ അകത്തൊരു പെണ്ണുണ്ട്, ഒരു ഗുണ്ടപ്പി പെണ്ണ്. നിനക്കെന്താടി പറ്റിയെന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും പറ്റിയിട്ടില്ല, എന്തോ ഒരു കുഴപ്പമുണ്ടെന്നും പറഞ്ഞ് അവൾ പൊട്ടിത്തെറി. ഇപ്പം പേടിച്ച് അവിടെ നിന്ന് മാറിപ്പോവാ. ആ സമയം ഇവിടെ കുഞ്ഞു ഹീറോയും പുതുപ്പെണ്ണും അവർ ബോംബുമായി കെട്ടിടത്തിനകത്തേക്ക് കയറി. ഈ നേരത്ത് മെയിൻ ഹീറോ അവിടെയുള്ള കാറിന്റെയൊക്കെ ടയർ കുത്തി പൊളിക്കുകയാണ്, ആരും രക്ഷപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴായിരിക്കും ഏരിയൽ വ്യൂ കണ്ടിട്ട് സപ്പോർട്ട് ആർമിക്കാർ പറയാ ഹീറോയുടെ അടുത്തേക്ക് ഈ വിഷം ബാധിച്ച ആള് വരുന്നുണ്ടെന്ന്. ആ തന്ത കൂട്ടുകാരനാണത്. അയാളെ കണ്ട ഉടനെ ഹീറോ വെടിവെച്ചിടും. എന്നാൽ ആ സമയത്ത് ഇടുപ്പിനൊരു പരിക്ക് പറ്റിയിട്ടുണ്ടല്ലോ, ആ ഡാമേജ് കാരണം പുള്ളിക്കാരൻ താഴേക്ക് വീഴാം. ഇവിടെ വെകിളിപ്പിള്ളേര് ബോംബ് താഴത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു. ഹീറോ നിലത്ത് കടന്ന് ആരും രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി കൺമുന്നേ കാണുന്ന വണ്ടികളെല്ലാം വെടിവെച്ച് പൊട്ടിച്ചളയുക. ഈ വെടിശബ്ദം കേട്ടിട്ട് കുറുന്താടിക്കാരന്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരില്ലേ ഫംഗസ് ബാധിച്ച്, അതിലെ പെണ്ണ് താഴത്തേക്ക് ഓടിപ്പോവും. ഇനിയൊരു മൊട്ടത്തലേനേ ഉള്ളൂ, റൗഡി മൊട്ടത്തലേൻ. ഇവിടെ ബിൽഡിങ്ങിന് താഴേക്ക് വന്ന വെകിളിപ്പിള്ളേര് ബോംബ് കൊണ്ടുപോയി ആ കോൾഡ് റൂമിൽ വെച്ചിട്ട് തുറന്നു നോക്കുക. അപ്പോൾ ഇവരോട് പറഞ്ഞ 16 മിനിറ്റ് ഒന്നുമില്ല, ഓൾറെഡി ഹീറോ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഇവരെ കൈ കൊടുത്തു വിടുന്നത്. ഇവരിനി എന്തെങ്കിലും ഉഴപ്പാണെങ്കിലും പൊട്ടിത്തെറിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ നാറി ഇത് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നു, നമ്മളെ പറ്റിക്കുകയായിരുന്നു. ഇനി 6 മിനിറ്റേ ബാക്കിയുള്ളൂ, എത്രയും പെട്ടെന്ന് ഓടണം എന്ന് പറഞ്ഞിട്ട് അവർ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടി പുറത്തേക്ക് വരിക. ഈ സമയത്ത് വെളി വന്ന ഒരാൾ മരണപ്പെട്ടില്ലേ, അയാളെ ശരീരത്തുള്ള ഫംഗസ് മെല്ലെ വെള്ളമായിട്ട് കോണ്ടാക്ട് വന്നുകൊണ്ട് വളർന്ന് ഇങ്ങനെ യാത്ര ചെയ്യുക. ഇവിടെ വെകിളിപ്പിള്ളേര് അവർക്ക് കൊടുത്ത സൂട്ടൊക്കെ അഴിച്ചു വെച്ചിട്ട് വേഗത്തിൽ സ്റ്റെയറിംഗ് കയറി മുകളിലേക്ക് വരികയാണ്. ആ നേരം മെയിൻ ഹീറോ, താഴെ കിടക്കുന്ന മെയിൻ ഹീറോ അല്ലേ, പുള്ളി എഴുന്നേറ്റില്ലെങ്കിൽ ഈ ഫംഗസ് അങ്ങേരെയും ബാധിക്കും. പുള്ളി എഴുന്നേക്കാൻ പറ്റാതെ കിടക്കുകയാണ്. അപ്പോഴായിരിക്കും ഇത് ഓൾറെഡി ബാധിച്ച മൊട്ടയും പിന്നെ കുറുന്താടിക്കാരൻ അങ്ങോട്ട് വരുന്നത്. മൊട്ടേനെ കണ്ടുടനെ ഹീറോ ഷൂട്ട് ചെയ്ത് വീഴ്ത്തും. അയാളെ ഷൂട്ട് ചെയ്ത് വീഴ്ത്തുന്ന കാണുമ്പോൾ കുറുന്താടി ഓടി രക്ഷപ്പെട്ട് ഒരു മൂലയ്ക്ക് മാറി നിൽക്കുക. അത് കഴിഞ്ഞിട്ട് താഴെ കിടക്കുന്ന ഹീറോയെ കൊല്ലാൻ വേണ്ടി അയാൾ അടുത്തേക്ക് വരികയാണ്. ഭാഗ്യത്തിന് യഥാസ്തർമ്മിയ കർവസ്ത്യ തഥാപിസ്തു സമയസ്ത്യ, ശരിയായ സമയത്ത് അമ്മച്ചി ആർമിച്ചി അവിടെ എത്തിക്കഴിഞ്ഞു. അവരിവൻ കുഴപ്പക്കാരനാണെന്ന് ചോദിക്കുമ്പം ഹീറോ അതേന്ന് പറയും. ഉടനെ ടപ്പയെന്നും പറഞ്ഞ് പൊട്ടിച്ച് ആ മൊട്ടമണ്ടനെ കൊന്നുകളയാണ്. അപ്പോഴേക്കും ആ പിള്ളേർ അവിടെ എത്തിക്കഴിഞ്ഞു. നിങ്ങൾ ഇനിയും ചത്തില്ലേടാന്ന് ചോദിക്കുകയാണ് ആദ്യം ഹീറോയിൻ. ഇല്ല, ഇതുവരെ ചത്തില്ല, പക്ഷെ ഇയാൾ ഞങ്ങളെ ബോംബ് വെച്ച് കൊല്ലാൻ നോക്കിയതാണ്, എന്നിട്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറയാം അവർ. അത് കേട്ട ഹീറോ എനിക്കറിയായിരുന്നു നിങ്ങൾ പുറത്തേക്ക് വരുമെന്ന്, അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി ഓണാക്കി തന്നത്. എന്തായാലും രക്ഷപ്പെട്ടല്ലോ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകാമെന്നും പറഞ്ഞ് ഇവർ ചാടിക്കേറി അവിടെ ഉണ്ടായിരുന്ന ഒരു വാനും എടുത്തിട്ട് പെട്ടെന്ന് തന്നെ വിട്ടടിച്ച് പോവാം. ഇനി എത്ര സമയമുണ്ടെന്ന് ചോദിക്കുമ്പം കൂട്ടുകാരി പറയും സമയമൊന്നുമില്ല, ഇപ്പം പൊട്ടും. പറഞ്ഞ പോലെ അപ്പം തന്നെ പൊട്ടുമെന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര പൊട്ടല, ന്യൂക്ലിയർ ബോംബ് പൊട്ടിയതുപോലെ. ഏകദേശം ഒരു 5-6 കിലോമീറ്റർ ചുറ്റളവിന് വലിയൊരു കുഴി ഉണ്ടാവുന്ന രീതിയിൽ പമ്പം പൊട്ടിത്തെറിയാണ് നടക്കുന്നത്. ഇവരാ പൊട്ടലിലൊന്നും പെടാതെ എങ്ങനെയൊക്കെയോ വണ്ടി ഓടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. പിറ്റേ ദിവസം ഈ സംഭവം വലിയ ന്യൂസായി, യഥാർത്ഥ സത്യമൊക്കെ പുറത്തു വന്നു. ഈ മിഷന് സഹായിക്കാത്തതുകൊണ്ട് ആ ആർമി ചീഫിനെ പ്രസിഡന്റ് കുറ്റമൊക്കെ പറയുന്നുണ്ട്. ഇറങ്ങിപ്പൊക്കോ, നിനക്ക് പണിയില്ല, നിന്നെക്കൊണ്ടൊരു ഉപകാരമില്ല. ശരിക്കും രക്ഷപ്പെടുത്തിയത് റോബർട്ട് കുക്കാണ്, അയാളെ വിളിച്ച് ആദരിക്കേണ്ടിയിരിക്കുന്നു, പുള്ളിക്കാരൻ എവിടെയാണെന്നും പറഞ്ഞ് ഇവർ അന്വേഷിക്കുക. ഈ നേരത്ത് ഹീറോ തനിക്ക് പറ്റിയ അപകടം കൊണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരിക്കും. ന്യൂസൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴായിരിക്കും ആ സപ്പോർട്ട് ആർമിക്കാരി കയ്യിലൊരു കുപ്പിയുമായി ഹീറോയെ കാണാൻ വരുന്നത്. ഇവരൊരുപാട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് ഇപ്പോഴാണ് കാണുന്നത്. എൻ്റെ കർത്തവ്യം നിങ്ങളെന്നെ ഓർമ്മിപ്പിച്ചതുകൊണ്ടും അത് ചെയ്യാൻ എനിക്കൊരു അവസരം ഉണ്ടാക്കി തന്നതിനും ഒരുപാട് നന്ദി എന്ന് പറഞ്ഞ് അവൾ ഹീറോയോട് നന്ദിയും അഭിനന്ദനമൊക്കെ അറിയിച്ചിട്ട് അവിടെ നിന്ന് പോവാം. അവിടെ നിന്ന് കട്ട് ചെയ്താൽ നമ്മുടെ കുഞ്ഞു ഹീറോ അല്ലേ, അവനെ പുതിയ പെണ്ണുമായിട്ട് സെറ്റായി, എളുപ്പത്തിലൊരു കുടുംബവും കിട്ടി.
പാർട്ടി, ഭാര്യയും കുഞ്ഞും അവരങ്ങനെ സന്തോഷമായിട്ട് കഴിയാണ്. അപ്പോൾ ഈ ഫംഗസ് നേരത്തെ തെറിച്ചിരുന്നില്ലേ, അതിലൊരു പീസ് വേറെ ഏതോ മാന്യം കൂടെ കിട്ടിയിട്ടുണ്ടെന്നാണ് തോന്നണം. ചിലപ്പോൾ അത് പകരാനുള്ള സാധ്യതയുണ്ട് എന്നൊരു ടെയിലെൻറ്റും കൂടെ കാണിച്ചിട്ട് കോൾഡ് സ്റ്റോറേജ് എന്ന ഈ സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട് ഈ കഥ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വർഷം ഇറങ്ങിയ സിനിമയാണ്. മിക്കവാറും കോപ്പിറൈറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. കിട്ടിപ്പോണതിന് മുന്നേ പെട്ടെന്ന് കണ്ടു തീർത്തോളൂ. അതിനൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനോടൊപ്പം തന്നെ മറക്കരുത്. എന്നാൽ പിന്നെ അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ, until then, it's bye from Uru Kadasrutmas.